ഈരാറ്റുപേട്ടയിലെ പ്രബുദ്ധരായ ജനങ്ങളെ നേരിൽ കാണുവാൻ, നേരിൽ കണ്ട് വോട്ടുകൾ അഭ്യർത്ഥിക്കുവാൻ ഈ വാഹനത്തിന് തൊട്ടുപുറകിലായി കടന്നു വരികയാണ്. തന്റെ 35 വർഷത്തെ രാഷ്ട്രീയ പ്രവർത്തനത്തിനിടയിൽ പിന്നിട്ട മേഖലകളിലെല്ലാം വിജയങ്ങൾ മാത്രം കൈവരിച്ച് തലപ്പലം ഗ്രാമപഞ്ചായത്തിനെ ഉന്നതിയിലേക്ക് എത്തിച്ച ഈ നാടിന്റെ പ്രിയങ്കരനായ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് സജി ജോസഫ് പ്പെട്ട വോട്ടർമാരെ നേരിൽ കാണുവാൻ സമരാവേശത്തിന്റെ തീച്ചാര ഉയർത്തിക്കൊണ്ട് ചേന്നാട് കവലയിൽ നിന്നും പ്രയാണം ആരംഭിച്ച അതിക്ഷണമായ റോഡ് ഷോ ഈരാറ്റുപേട്ട അരുവിത്തുറ പള്ളിയും പിന്നിട്ട് ഈരാറ്റുപേട്ട മൈനാർ പള്ളിയിൽ ലക്ഷ്യമാക്കിക്കൊണ്ട് നാടിന്റെ സമര നേതാവ് കടന്നു വരുന്നു അഡ്വക്കേറ്റ് സജി ജോസഫ്. 3.5 പതിറ്റാണ്ടുകാലത്തെ നിസ്വാർത്ഥവും സമർപ്പിതവുമായ പൊതുപ്രവർത്തന ജീവിതത്തിലൂടെ എതിരാളികളുടെ മനസ്സുകൾ പോലും കീഴടക്കിയ നമ്മുടെ പ്രിയപ്പെട്ടവൻ, ഈ നാടിന്റെ വേണ്ടപ്പെട്ടവൻ, നമ്മളിൽ ഒരുവൻ, നാം അതിഗംഭീരമായ വാഗ്ദാനങ്ങൾ നൽകി പൂഞ്ഞാർ താലൂക്ക് രൂപീകരിക്കുമെന്നൊക്കെ ആണയിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് അധികാരത്തിലേറിയവർ ഈ നാടിനെ പുറങ്കാലുകൊണ്ട് ചവിട്ടിത്തെറിപ്പിച്ചപ്പോൾ അതിനെതിരായി അടങ്ങാത്ത സമരാവേശത്തിന്റെ തീജ്വാലയുമായി പിണറായി വിജയൻ ഗവൺമെന്റിന്റെ പട്ടട തീർക്കുവാൻ കേരളക്കര ഒന്നാകെ തെരുവിലിറങ്ങുന്ന വർത്തമാനകാല സാഹചര്യത്തിൽ അതേ ഈ നാടും ഒന്നിക്കുകയാണ്. ആയിരക്കണക്കിന് മനുഷ്യരിച്ചുകൊണ്ട് ഐക്യജനാധിപത്യ മുന്നണി അഭിമാന പുരസ്സരം ഈ ജനതയുടെ ഉന്നമനത്തിനായി സമർപ്പിച്ചിരിക്കുന്ന കർമ്മനിരതനായ സാരഥി അഡ്വക്കേറ്റ് സജി ജോസഫ്. നാടിന്റെ അവകാശ സമരവീതികളിൽ കഴിഞ്ഞ 3.5 പതിറ്റാണ്ടുകാലം ജ്വലിച്ചു നിന്ന ഈ നാടിന്റെ സമരനായകൻ, ഈ നാടിന്റെ ഇതിഹാസ നായകൻ, ഈ നാടിലെ ജനങ്ങളുടെ ഹൃദയാന്തരങ്ങൾ കീഴടക്കി ഈരാറ്റുപേട്ടക്കാരെയല്ല പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിൽ ഐക്യജനാധിപത്യ മുന്നണിയുടെ കളുടെയും വാദ്യമേളങ്ങളുടെയും എല്ലാം അകമ്പടിയോടുകൂടി ഈ വാഹനത്തിന് തൊട്ടുപുറകിലായി കടന്നു വരികയാണ്. ഈ നാടിന്റെ സമസ്ത മേഖലകളിലും സമഗ്രമായ പുരോഗതിയുടെ പൊൻവെളിച്ചം വീശുവാൻ മനുഷ്യ സ്നേഹത്തിന്റെ നേരവകാശിയെ കടന്നു വരുന്നു നമ്മുടെ പ്രിയപ്പെട്ട സജി ജോസഫ്. അഡ്വക്കേറ്റ് സജി ജോസഫ് കടന്നു വരികയാണ്. കഴിഞ്ഞ 10 വർഷക്കാലം കേരള സംസ്ഥാനം ഭരിച്ച് കേരളത്തെ തച്ചു തകർത്ത് കേരളത്തിന്റെ സാംസ്കാരിക ഭൂമിയെ തകർത്ത് തരിപ്പണമാക്കി കേരളത്തിന്റെ വ്യാവസായിക മേഖല കൊള്ളയടിച്ച് കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖല തകർത്ത് കേരളത്തിന്റെ ആദ്യാലയം കേരളത്തിന്റെ ആരോഗ്യ മേഖല വെന്റിലേറ്ററിലാക്കിയ പിണറായി വിജയൻ ഗവൺമെന്റിനെതിരായി അടങ്ങാത്ത സമരം കഴിഞ്ഞ 10 വർഷക്കാലം കേരള സംസ്ഥാനം ഭരിച്ച് കേരള സംസ്ഥാനത്തെ മുച്ചോടും തകർത്ത് അഴിമതിയിൽ ജീവിക്കുവാനുള്ള അർഹത ഉണ്ടാകുക എന്നുള്ളത് ഭരണകൂടം നൽകേണ്ട ഏറ്റവും വലിയ ബാധ്യതയാണ്. അതോടൊപ്പം സാമ്പത്തിക തകർച്ച കഴിഞ്ഞ 10 വർഷം കൊണ്ട് നമ്മുടെ നാടിൻ്റെ സാമ്പത്തിക തകർച്ച ബംഗാളിനേക്കാൾ മോശമായി തീർത്തും തകർന്നടിഞ്ഞ സ്ഥിതിയിലേക്ക് മാറുകയും അക്രമവും അഴിമതിയും വൻതോതിൽ പാർട്ടി സംവിധാനത്തിലൂടെ ഈ നാടിൻ്റെ മുഴുവൻ സ്വത്തുക്കളും കൊള്ളയടിച്ചു തീർക്കുന്ന സാഹചര്യമുണ്ടായി. ഇതോടൊപ്പം ഈ നാടിൽ സമാധാനം എവിടെയുണ്ടോ അവിടെ മാത്രമേ
നമുക്ക് സാമ്പത്തിക ഉന്നതി ഉണ്ടാവുള്ളൂ. വർഗീയതയുടെ വേരുകളെ അറബിക്കടലിൽ താക്കും എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ ഉറച്ച നിലപാടുകൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇവിടെ എടുത്തിരിക്കും. ഈ മതേതരത്വത്തിന്റെ മണ്ണിൽ, ഈ പൂഞ്ഞാറിന്റെ മണ്ണിൽ ഒരിക്കൽ പോലും വർഗീയതയുടെ വേരുകൾ ഉണ്ടാവില്ല എന്ന് അടിവരയിട്ട് പറഞ്ഞുകൊണ്ട് ഈ പ്രചരണ പരിപാടിക്ക് എന്നെ അനുഗമിച്ച, എന്നോടൊപ്പം പ്രവർത്തിക്കാൻ എത്തിച്ചേർന്ന മുഴുവൻ പ്രവർത്തകർക്കും ഒറ്റ വാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഏത് ആവശ്യത്തിനും നിങ്ങൾക്ക് എന്നോടൊപ്പം വരാം. ഏത് സമയത്തും വിളിച്ചാൽ ഞാൻ കൂടെ ഉണ്ടാകും. ഞാൻ തൊട്ട് ചേർന്ന് ഈ പഞ്ചായത്തിലുള്ള മുഴുവൻ ജനങ്ങളെയും, ഇവിടെയുള്ള മുഴുവൻ ആൾക്കാരും, തലപ്പലം പഞ്ചായത്തിലും ബന്ധമുള്ള, എന്നെ സ്നേഹിക്കുന്ന, ഇഷ്ടപ്പെടുന്ന മുഴുവൻ ജനങ്ങൾക്കും അറിയാം. ഈരാറ്റുപേട്ട ഉൾപ്പെടെ സമീപ പഞ്ചായത്തുകൾ മുഴുവൻ അറിയാം. ഏത് കാര്യത്തിന് വന്നാലും, ഏത് പാതിരാത്രിക്ക് വന്നാലും ഒറ്റ വാക്കിൽ കാര്യങ്ങൾ തീർന്നിരിക്കും എന്നുള്ളത് കൊണ്ട് ഞാൻ നിങ്ങളെ പ്രത്യേകം, നിങ്ങൾക്ക് അറിയാം. അതോടൊപ്പം ഇതിൻ്റെ എല്ലാവിധ ആശംസയും നിങ്ങൾക്ക് അനുഗ്രഹങ്ങളും ദൈവാനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തട്ടെ. നന്ദി.